ഇപ്പൊ റിലീസായിട്ടുള്ള മൂവി അനോമി പറഞ്ഞിട്ട് ഭാവന അഭിനയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ നിന്ന് ബോധം വേറിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു കോൺസെപ്റ്റാണ് അവര്. ആണല്ലേ, ഞാനിത് കണ്ടിട്ടില്ല. ഇതുവരെയുള്ള നമ്മളുടെ സയന്റിഫിക് മോഡൽസ് അനുസരിച്ച് ബ്രെയിനിൽ നിന്നാണ് കോൺഷ്യസ്നെസ്സും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും വരുന്നത്. അതിന് വലിയ സംശയമൊന്നുമില്ല. കാരണം പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ. ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മാറ്റാൻ പറ്റും. ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന സൈക്കിഡലിക്സും മെഡിസിൻസും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മാറും. നമ്മൾക്ക് തലയിലൊരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും. തലയിലൊരു ഭാഗത്ത് ട്യൂമർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കോറിലേറ്ററി എവിഡൻസ് വെച്ചിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫേം നിഗമനത്തിലെത്താം. ബ്രെയിനിൽ നിന്ന് മാത്രമാണ് കോൺഷ്യസ്നെസ് എന്താണെങ്കിൽ ബോധം കോൺഷ്യസ്നെസ് എന്താണ് എന്നുള്ളത് വേറൊരു പ്രശ്നമുള്ള വിഷയമാണ്. അത് ഞാൻ ഇവിടെ എത്തുന്നില്ല. അതും വേറൊരു സയന്റിഫിക് കൊണിൻഡ്രമാണ്. പക്ഷെ കോൺഷ്യസ്നെസ് വരുന്നത് ബ്രെയിനിൽ നിന്നാണ് എന്നുള്ളതിന് നമുക്ക് കുറേ തെളിവുകളും നിഗമനങ്ങളിലും നമുക്ക് സയന്റിഫിക് ഫേം ബിലീഫിൽ എത്താം.